CMR ലെക്സാലോജിക് സാമ്പത്തിക ഇടപാടിൽ ചോദ്യം ചെയ്യൽ നടപടി തുടർന്ന് ഇഡി. CMRL അധികൃതർ ഇന്നും ചോദ്യം ചെയ്യലിന് ഹാജരാകും. ഇന്നലെ ശശിധരൻ കർത്തയുടെ മകളെ ചോദ്യം ചെയ്തിരുന്നു. നാളെയാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകളും എക്സാലോജിക് ഉടമയുമായ വീണ ടിയോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. കൊച്ചിയിൽ നിന്ന് വിപിൻ സി വിജയൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിപിൻ, ഗുഡ് മോർണിംഗ്. നാളെയാണ് വീണ ടി എത്തേണ്ടത്. മുമ്പൊരിക്കൽ അവധി ചോദിച്ചു, അത് നൽകി. ഇനി എന്താവും? വീണ ടിയുടെ ഭാഗത്തു നിന്ന് നാളെ തന്നെ ഹാജരാകാൻ സാധ്യതയുണ്ടോ? ഇന്നലെ ശശിധരൻ കർത്തയുടെ മകനെ വിളിപ്പിച്ചിരുന്നെങ്കിലും വന്നത് മകളാണ്. ഇന്ന് ആരൊക്കെയാണ് ഈ CMRലുമായി ബന്ധപ്പെട്ട് ഹാജരാകാൻ സാധ്യതയുള്ളത്? ഗുഡ് മോർണിംഗ് ഗോകുൽ, അമൃത. വീണ ടി 2 ആഴ്ചത്തെ അവധിയായിരുന്നു ഇഡിയുടെ മുൻവശം ചോദിച്ചിരുന്നു എങ്കിലും 5 ദിവസത്തെ അവധി മാത്രമാണ് നൽകിയിട്ടുള്ളത്. നാളെ ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. പ്രധാനമായും ഈ എക്സാലോജിക് CMRL സാമ്പത്തിക ഇടപാട് ഏത് തരത്തിലുള്ളതായിരുന്നു, എന്ത് സേവനമാണ് ലഭിച്ചത് എന്നുള്ള ചോദ്യത്തിനാണ് പ്രധാനമായും ഉത്തരം വേണ്ടത്. അതിനുള്ള രേഖകളൊക്കെ തന്നെ അഡ്വക്കേറ്റ് മുഖേന താൻ സമർപ്പിച്ചിട്ടുണ്ട്. താൻ ഇപ്പോൾ ശാരീരികമായിട്ടുള്ള ചില അവശതകൾ കാരണം വൈകുന്നു എന്നുള്ളതായിരുന്നു. പക്ഷേ നേരിട്ട് നാളെ തന്നെ ഹാജരാകണം എന്നുള്ള നിർദ്ദേശമാണ്, അത്തരത്തിലുള്ളൊരു സമൻസ് ആണ് ഇഡിയുടെ ഭാഗത്ത് നിന്ന് വീണ ടിക്ക് അയച്ചിട്ടുള്ളത്. ഇനി നാളെ വരുമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഒഴിവ് പറയുമോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. മറ്റൊന്ന്, ഈ CMRLലെ അധികൃതർ ഓരോ ആളുകളായിട്ട് അവർക്ക് 9 പേർക്കാണ് നോട്ടീസ് അയച്ചിരുന്നത്. ഓരോ ആളുകളായിട്ട് ഇഡിക്ക് മുൻപിൽ എത്തുകയാണ്. ഇന്നലെ ഈ പറഞ്ഞതുപോലെ തന്നെ ശശിധരൻ കർത്തയുടെ മകൻ ശരൺ എസ് കർത്തയ്ക്കായിരുന്നു സമൻസ് അയച്ചിരുന്നത്. ശരൺ എസ് കർത്തയോടാണ് വരാൻ പറഞ്ഞിരുന്നത്. പക്ഷേ അദ്ദേഹവും ഈ പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു ദിവസത്തേക്ക് അവധി ചോദിച്ചിരിക്കുകയാണ്. ഒരു പക്ഷേ ഇന്ന് ഹാജരാകാനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നു. മകൾ ഷൈബി എസ് കർത്തയെയാണ് ഇന്നലെ ചോദ്യം ചെയ്തത്. ഏകദേശം 8 മണിക്കൂർ നീണ്ട ഒരു ചോദ്യം ചെയ്യലായിരുന്നു. ഈ CMRLന്റെ സഹോദര സ്ഥാപനമായിട്ടുള്ള നിപുണ ഇന്റർനാഷണൽ ആയും ബന്ധപ്പെട്ടുള്ള ചില ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. അതായിരുന്നു കൂടുതലായും ചോദിച്ചറിഞ്ഞത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്കറിയാവുന്ന പോലെ ഏകദേശം 12ഓളം സ്ഥലത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന നടന്നിരുന്നു. ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട് കളമശ്ശേരിയിലുള്ള നിപുണ ഇന്റർനാഷണലിന്റെ ഓഫീസിലും പരിശോധന നടത്തുകയും ചില രേഖകൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ആദായ നികുതി വകുപ്പിന്റെ കയ്യിൽ നിന്നും ഏകദേശം 197 കോടി രൂപയോളം വെട്ടിപ്പ് നടത്തി എന്നുള്ളതായിരുന്നു പ്രാഥമികമായിട്ടുള്ളൊരു കണ്ടെത്തൽ. ഇതിൽ കുറച്ചുകൂടി വ്യക്തത നേടുക, ഇതിൽ ഇവർക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ കേൾക്കുക, അത് മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ് ഇഡി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശശിധരൻ കർത്ത, മകൻ ശരൺ എസ് കർത്തയെ ഒക്കെ തന്നെ അടുത്ത ദിവസങ്ങളിലായി ഹാജരാകേണ്ടതുണ്ട്. ഒരു പക്ഷേ ഇന്ന് തന്നെ കൂടുതൽ CMRLന്റെ ഉദ്യോഗസ്ഥരും അതിൻ്റെ ഉടമകളും ഒക്കെ എത്താനുള്ള സാധ്യത ഇപ്പോൾ തെളിഞ്ഞു നിൽക്കുകയാണ്. എല്ലാവരും തന്നെ കൊച്ചിയിലെ ഇഡി ആസ്ഥാനത്ത് ഹാജരാകാൻ തന്നെയാണ് നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.